ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുകുടുംബത്തിൻ്റെ തിരുനാളാണല്ലോ. ഈശോയും പരിശുദ്ധ അമ്മയും വിശുദ്ധ യൗസേ പിതാവും ഉണ്ടായിരുന്ന തിരുകുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത വചനം നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്. ജെറുസലേം ദേവാലയത്തിലെ തിരുനാൾ ദിവസം ഇവരുടെ ഇടയിൽ നിന്ന് ഈശോ കാണാതെയാകുന്നുണ്ട്. ഇവർ നേരെ ചെല്ലുന്നത് ദേവാലയത്തിലേക്കാണ്. അവിടെ വെച്ച് ഇവർ ഈശോയെ കണ്ടെത്തുകയും ഇവരുടെ ഭവനത്തിലേക്ക് ഈശോയെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭവനങ്ങൾ തിരുക്കുടുംബമായിട്ട് മാറണമെങ്കിൽ ഈശോയുടെ സാന്നിധ്യം ആവശ്യമാണ്. നമ്മുടെ ഭവനങ്ങളിൽ ഈശോ നഷ്ടപ്പെട്ടു എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഈശോ ഉണ്ടെങ്കിൽ മാത്രമേ സ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശുദ്ധി, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമുക്ക് പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല, വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുണ്ടെങ്കിൽ നാം തിരിച്ചറിയണം, എൻ്റെ ഭവനത്തിൽ ഈശോ ഇല്ല, എൻ്റെ ബന്ധങ്ങൾക്കിടയിൽ ഈശോ ഇല്ല. എന്തു ചെയ്യണമെന്നറിയോ? പരിശുദ്ധമ്മയും യൗസേ പിതാവും ചെയ്തതുപോലെ ദേവാലയത്തിലേക്ക് വരണം. ഈശോയെ കൂട്ടിക്കൊണ്ടുപോകണം. വിശുദ്ധ കുർബാനയിൽ ഈശോയെ കണ്ടെത്തി ആ ഈശോയുമായിട്ട് ഭവനത്തിലേക്ക് തിരിച്ചു പോകണം. ഈ കാലഘട്ടത്തിൽ ഈശോയുടെ സാന്നിധ്യം നഷ്ടപ്പെടുമ്പോൾ ഇന്ന് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലേക്കും മറ്റ് കൂട്ടുകാരുടെ ഇടയിലേക്കും പോയി ആ ഗ്യാപ്പ് നമ്മൾ നികത്താനായിട്ട് പരിശ്രമിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തിരുക്കുടുംബമായിട്ട് മാറണോ? സന്തോഷമുള്ള ഒരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നുണ്ടോ? ഈശോയെ നിങ്ങൾ ദേവാലയത്തിൽ വന്ന് വിശുദ്ധ കുർബാനയിൽ ഈശോയെ കണ്ടെത്തി വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകണം. അങ്ങനെ നമ്മുടെ ഭവനങ്ങൾ തിരുക്കുടുംബമായി മാറട്ടെ. ആമേൻ.